ഇടത് കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടമായിട്ടുണ്ടായിരുന്നു. കൃഷ്ണമണി ഇളക്കിയായിരുന്നു ക്ലീൻ ചെയ്യാൻ വേണ്ടി. അന്ന് ഈ ഇളയമോ ഓർമ്മയില്ലാതൊക്കെ വരികയും ചെയ്യായിരുന്നു. ഈ കണ്ണ് ഇളക്കിയത് വെച്ച് കണ്ടിട്ട് എൻ്റെ അമ്മ ഡോക്ടർ പറഞ്ഞത് 2.5 ലക്ഷം രൂപയുണ്ടെങ്കിൽ കണ്ണ് മാറ്റി വെച്ച് തരാന്ന് പറഞ്ഞു. കണ്ണ് ദാനമായി കിട്ടുന്നിടത്ത് 3 പ്രാവശ്യം റിജക്ട് ചെയ്തു. പക്ഷെ എന്നോട് കർത്താവ് പറഞ്ഞത് ആ ഇടത്തെ കണ്ണിനെ ശരിയാക്കുന്നതാണ്. കാഴ്ച തിരികെ മടങ്ങി ലഭിച്ചു. ബ്രദർ ആൻറ്റിയുടെ പേര് പ്രഫ എന്നാണ്. ചിറയൻകീഴ് നിന്നുമാണ് ആൻറ്റി വരുന്നത്. 2008 ആൻറ്റിക്ക് BP കൂടുതലായിട്ട് ഇടത് കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇത് 2 ആഴ്ച മുമ്പ് അങ്ങോട്ട് ദൂത് പറഞ്ഞ കേസ് കിട്ടല്ലേ? ഓക്കെ, പറ, കേൾക്കട്ടെ, സന്തോഷം കേൾക്കാൻ. 1.25 വർഷം ആൻറ്റി പറയുന്നത് ഐ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് അഡ്മിറ്റ് ആയിരുന്നു. എന്നാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും യാതൊരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. എന്നാൽ തുടർന്ന് അവിടുത്തെ ഹോസ്പിറ്റലിൽ ദാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. 3 പ്രാവശ്യം കണ്ണ് ദാനം ചെയ്യുന്നവരിൽ നിന്ന് കിട്ടാനായിട്ട് ചേച്ചി എഴുതി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 3 പ്രാവശ്യം എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ 3 പ്രാവശ്യവും ആൻറ്റിയെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടെ നിന്നും ആൻറ്റി എറണാകുളത്തെ ഹോസ്പിറ്റലിൽ പോയി അവിടുത്തെ ഡോക്ടറെ കണ്ടു. അവിടുത്തെ ഡോക്ടർ പറഞ്ഞത് 2.5 ലക്ഷം രൂപയുണ്ടെങ്കിൽ കണ്ണ് മാറ്റി വെച്ച് തരാമെന്ന് പറഞ്ഞു. എന്നാൽ ആൻറ്റിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം അത് ചെയ്യാൻ പറ്റിയില്ല. ആൻറ്റി പറഞ്ഞു എൻ്റെ ഒരു കണ്ണിൽ കാഴ്ചയുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ജീവിച്ചോളാം എന്ന് പറഞ്ഞു. മടങ്ങി വന്നു. ആൻറ്റി പറയുന്നത് കഴിഞ്ഞതിനു മുന്നത്തെ ആഴ്ച ബ്രദർ ആൻറ്റിയോട് അങ്ങോട്ട് ആലോചന പറഞ്ഞു. ആൻറ്റിയുടെ കണ്ണിൻ്റെ മേൽ കർത്താവ് തൊടുന്നു, ഇന്ന് ആ കാഴ്ച മടങ്ങി വരുന്നു എന്ന് പറഞ്ഞു. ആൻറ്റി പറയുന്നത് ആ കാഴ്ച തിരികെ മടങ്ങി ലഭിച്ചു. ഭയങ്കരമായി പോയി. ഇതാരെങ്കിലും അന്ന് ദിവസം ഉണ്ടായിരുന്ന കര ഉയർത്തിക്ക്. എനിക്ക് തോന്നുന്നു ആ മൂലയിലെ ഫാൻ്റെ അടുക്കൽ അവരിരുന്നേ. അമ്മേ, ഒരു കൂട്ടം കാര്യങ്ങൾ അമ്മയ്ക്ക് വേണ്ടി ദൈവം ചെയ്യാൻ പോവാം. ഒന്ന്, അമ്മയുടെ ലങ്സുകൾ വിമിഷ്ടപ്പെടുത്തുന്ന പ്രയാസം മാറാൻ പോകുന്നു. 2, അമ്മയുടെ പുറത്തും നെഞ്ചിലും നീർക്കെട്ട് വരും, അത് മാറാൻ പോകുന്നു. 3, 2 കണ്ണിനും കാഴ്ചക്കുറവുണ്ടോണ്ടല്ലേ കണ്ണാടി വെച്ചിരിക്കുന്നത്. പക്ഷേ ഒരു കണ്ണിനൊരു പ്രത്യേക പ്രയാസമുണ്ട്. ആ കണ്ണിനകത്ത് കരട് വീണതുപോലൊരു ബുദ്ധിമുട്ടുണ്ട്. അത് ഇടത്തെ കണ്ണിന്. ആ കണ്ണിന് കാഴ്ചയില്ല. ഓ, ഓക്കെ. നിങ്ങൾ വിശ്വസിക്കുന്നു ഇന്ന് ചിലത് നടക്കാൻ പോവാ? ഇവരുടെ കണ്ണുകളിന്റെ യേശു തൊടാൻ പോകുന്നു. 2 കണ്ണില് ഒരു കണ്ണ് കാണത്തില്ല. ഇടത്തെ കണ്ണ്. പക്ഷെ എന്നോട് കർത്താവ് പറഞ്ഞത് ആ ഇടത്തെ കണ്ണിനെ ശരിയാക്കുന്നതാണ്. ഇവരുടെ കണ്ണ് കണ്ടാൽ നമുക്കൊന്നും മനസ്സിലാവത്തില്ല. 2 കണ്ണും തുറന്നിരിക്കുക. കാഴ്ചക്കുറവ് കണ്ണാടി വെച്ചുള്ളതുകൊണ്ട് നമുക്ക് മനസ്സിലാവും. പക്ഷെ കർത്താവിന് സ്പെസിഫിക് ആയി പറഞ്ഞു അവരുടെ ഇടത്തെ കണ്ണിനെ ഞാൻ തൊടാൻ പോവാ. ആമേൻ. ഈ പറയുന്നു കർത്താവിന്റെ കരയെ തൊടട്ടെ. എനിക്ക് കണ്ണ് കാണത്തില്ല അല്പം പോലും. അപ്പോ കംപ്ലീറ്റ് പോയതാ. ഇപ്പൊ ആ കംപ്ലീറ്റ് പോയ കണ്ണ് തിരിച്ചു വന്നു. ഇത് ഭയങ്കരമായി പോയി കേട്ടോ. ഒന്ന് തുള്ളിച്ചാടിയാ മതിയാകത്തില്ല. കണ്ണ് ദാനമായി കിട്ടുന്നിടത്ത് 3 പ്രാവശ്യം റിജക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ലവ് യു ജീസസ്. എന്താ അമ്മേ? ഡോക്ടർ തന്ന റെക്കോർഡെല്ലാം കയ്യിലുണ്ട്. എന്റെ പൊന്നമ്മിച്ച് റെക്കോർഡായിട്ട് വരണം. നമുക്കത് സൂക്ഷിക്കണം. എന്റെ ദൈവം ചെയ്തത് വലുതാണ്. മാസം തോറും ഇപ്പോഴും പോയി കണ്ണൊന്ന് ഫ്ലഷ് എടുക്കുമായിരുന്നു. എന്നിട്ടും പറഞ്ഞില്ല. അവന് ഡോക്ടർ ദാനം കിട്ടുമെങ്കിൽ ഇട്ട് തരാന്ന് പറഞ്ഞ് 3 അപേക്ഷ കൊടുത്തു. 3 അപേക്ഷയും കിട്ടും. കണ്ണ് ദാനമായി കിട്ടുമെങ്കിൽ ഇടാൻ വേണ്ടിയിട്ട് 3 അപേക്ഷ കൊടുത്തു. ആ അപേക്ഷ നടന്നില്ല. എറണാകുളത്ത് പോയി 2.5 ലക്ഷം രൂപ കൊടുക്കാന്ന് വിചാരിച്ചു, അത് നടന്നില്ല. എന്നാൽ കർത്താവ് ഫ്രീ ആയിട്ട് തന്നിരിക്കുക. ഒന്ന് കൈ അടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഇതെനിക്ക് തോന്നുന്നു ഓൺലൈനിൽ കാണുന്ന ആളുകളും ഈ ദൂത് പറയുമ്പോൾ കേട്ട് കാണുന്ന എന്റെ വിശ്വാസം. ഞാൻ ഈ ചേച്ചിയുടെ അടുക്ക ചെന്ന് ദൂത് പറഞ്ഞതാ. പക്ഷെ പരിശുദ്ധാത്മാവ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ സൗഖ്യം കൊടുത്തു. യേശു കൊടുത്ത സൗഖ്യത്തിനായി നന്ദി. എനിക്ക് തോന്നുന്നു ഞങ്ങൾ മീറ്റിംഗ് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം കണ്ട് ഞാനും സോളിയും കൂടി എന്തുവായിരുന്നു സംസാരിക്കാൻ കാരണം ഈ ചേച്ചിയുടെ കാര്യം. സൗഖ്യം വലുതാണെന്ന് പറഞ്ഞപ്പം അന്നേരം ആ ചേച്ചിയൊന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞു അത് കുഴപ്പമില്ല, കർത്താവ് തൊട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ ഈ കാര്യം ഡിസ്കസ് ചെയ്തു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ആ ചേച്ചിക്ക് കർത്താവ് കൊടുത്ത സൗഖ്യം ഭയങ്കരമാണെന്ന് പറഞ്ഞപ്പോൾ
ഈ സോളി എന്നോട് പറഞ്ഞു, ആ ചേച്ചി ഒന്നും പറഞ്ഞില്ലല്ലോ ഒന്നും. ഞാൻ പറഞ്ഞു, ആ പറയേണ്ട കാര്യമൊന്നുമില്ല, കണ്ണ് സെറ്റ് ആയെന്നാണല്ലോ കർത്താവ് പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്തു കേട്ടോ. പക്ഷെ ഇതിന്റെ ഗൗരവം ഇപ്പൊ കുറച്ചും കൂടെ മനസ്സിലായി. കണ്ണിന്റെ കാഴ്ച പരിപൂർണമായി പോയി, തിരിച്ചു കർത്താവ് പരിപൂർണമായി കൊടുത്തു. എന്റെ യേശു ജീവിക്കുന്നു. ഭയങ്കരോ ഭയങ്കരോ ഭയങ്കരോ. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്ന ഈ സമയത്ത് ചിലരുടെയും കൂടെ കണ്ണ് തുറക്കാൻ പോവാന്ന്? അത്ഭുതങ്ങളൊന്നും തീർന്നു പോയിട്ടില്ല കേട്ടോ. അത്ഭുതങ്ങളൊന്നും തീർന്നു പോയിട്ടില്ല. ഇല്ലാത്തതിനെ ഉളവാക്കാൻ കഴിയുന്ന ഒരുവൻ ഇപ്പോഴും ഉണ്ട്. അവൻ മരിച്ചിട്ടില്ല, ജീവിക്കുന്നു. അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ ഇന്നും ജീവിക്കുന്നു. സൂപ്പർ നാച്ചുറലുകൾ ഇപ്പോഴും ഉണ്ട്. ആന്റിയുടെ കണ്ണ് പോയത് പ്രഷർ കൂടിയതിനു ശേഷമോ? അങ്ങനെ കാഴ്ച കംപ്ലീറ്റ് പോയതാ? 2 പ്രാവശ്യം കണ്ണ് ഓപ്പറേഷൻ ചെയ്തു. എന്നിട്ട് 2 പ്രാവശ്യം പ്രഷർ കൂടി കണ്ണ് ഓപ്പറേഷൻ ചെയ്തത് വന്നിട്ടും മാറ്റം ഉണ്ടായില്ല. പിന്നെ 2 പ്രാവശ്യം കൃഷ്ണമണി ഇളക്കിയായിരുന്നു ക്ലീൻ ചെയ്യാൻ വേണ്ടി. ഈ കണ്ണിന്റെ കൃഷ്ണമണി അതൊക്കെ ആദ്യമായിട്ട് കേൾക്കുക. കൃഷ്ണമണി ഇളക്കാൻ പറ്റുമോ? ഇളക്കിയായിരുന്നു. അതവിടെ TV-യിൽ വെച്ചിട്ടുണ്ട്. കണ്ണാശുപത്രിയിൽ TV കാണിക്കാൻ വെച്ചിട്ടുണ്ട്. മക്കളെല്ലാം പോയി കണ്ടായിരുന്നു. മക്കളെ കൊണ്ട് ചെല്ലാൻ പറഞ്ഞായിരുന്നു ഡോക്ടർ. അങ്ങനെ മക്കളെ വിളിച്ച് അത് TV-യിൽ കണ്ടായിരുന്നു. അതായത് അവര് ഈ കണ്ണിൽ അതായത് കമ്പ്യൂട്ടറിൽ കാണിച്ചു കൊടുത്തു, മക്കൾക്ക് കാണിച്ചു കൊടുത്തു, കൃഷ്ണമണി ഇളക്കിയിട്ട്. എന്നിട്ട് ശരിയായില്ല. അന്ന് ഈ ഇളയമോൻ ഓർമ്മയില്ലാതൊക്കെ വരികയും ചെയ്യായിരുന്നു. ഈ കണ്ണ് ഇളക്കിയത് വെച്ച് കണ്ടിട്ട് എൻ്റെ അമ്മ. അല്ല, അമ്മ ചെയ്യേണ്ട കാര്യം എന്നാന്നറിയോ? ഈ റിപ്പോർട്ടർ എല്ലാം വെച്ചിട്ട് കാണിച്ച ഡോക്ടറിന്റെ അടുത്ത് എന്നിട്ട് കാണിക്കണം, ഡോക്ടർ എനിക്ക് കാഴ്ച കിട്ടിയെന്ന് പറയണം. ഈ മാസത്തിൽ പോയി ഡോക്ടറോട് പറയണം, ഡോക്ടറെ പോയത് തിരിച്ചു വന്നു. ഭയങ്കരമായി പോയി. യേശുവേ, ഒന്ന് ചേർന്ന് കൈയടിച്ചേ ഒക്കത്തുള്ളൂ. ഇത് പോയത് തിരിച്ചു വന്നതാ. ഞാൻ ആദ്യമായിട്ട് കൃഷ്ണമണി ഇളക്കിയിട്ട് ഓപ്പറേഷൻ ചെയ്യാന്നൊക്കെ കേൾക്കുന്നത് ഞാൻ ആദ്യം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇടുണ്ടോ? ഇളയ മോനത് കണ്ടിട്ട് ബോധം കിട്ടി വീഴണമെങ്കിൽ എത്രത്തോളം ഭീകരമായിരിക്കും ആ കാര്യം. എന്നാൽ എന്റെ യേശു കൊടുത്ത സൗഖ്യത്തിന് നന്ദിയപ്പ, അവിടുന്ന് കൊടുത്ത വിടുതലിന് നന്ദിയപ്പ. ഇതാരുടെയും കഴിവല്ല, മിടുക്കല്ലപ്പ, ഇത് അങ്ങയുടെ ദയ മാത്രം. ഇപ്പോൾ എന്നെ യൂട്യൂബിൽ കാണുന്നവർ നഷ്ടപ്പെട്ടത് തിരിച്ചു വരട്ടെ. പിശാച് അപഹരിച്ച കാഴ്ച യേശുവിന്റെ നാമത്തിൽ ഈ ചേച്ചിക്ക് മടങ്ങി വന്നതുപോലെ മടങ്ങി വരട്ടെ. വെള്ളെഴുത്ത് മാറട്ടെ, ലോങ് സൈഡ് മാറട്ടെ, ഷോർട്ട് സൈഡ് മാറട്ടെ. കമോൺ, കൈ അടിച്ചോ, യേശുവിനെ ആരാധിച്ചോ.